ആരോരുമില്ലാത്തവരും രോഗികളുമായ എത്രയോ അമ്മമാരാണ് അഗതി മന്ദിരങ്ങളിൽ കഴിയുന്നത്. അവരെ നോക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. പ്രായമാകുമ്പോൾ വൃദ്ധമാതാപിതാക്കളെ നോക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പിന്നീട് അവരെ ഉപദ്രവിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഏറി വരുന്നു. കോഴിക്കോട് മുക്കത്ത് അമ്മയുടെ അനാരോഗ്യം കാരണം മകൻ തെരഞ്ഞെടുത്തത് കൂട്ടമരണമാണ്. മുക്കം ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരനായ ഷിംജു ആണ് അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം ജീവനൊടുക്കിയത്. ഷിംജുവിനെ വാടക വീടിന്റെ മുറ്റത്തെ മാവിൽ തൂങ്ങിമരിച്ച നിലയിലും അമ്മ ശാന്തയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. രാവിലെ തൊഴിലുറപ്പിനെത്തിയ സ്ത്രീകളാണ് ഷിംജുവിന്റെ മൃതദേഹം കണ്ടത്. തുടർന്ന് വീട്ടിനുള്ളിൽ ശാന്തയുടെ മൃതദേഹവും കണ്ടെത്തി. അമ്മയെ കൊന്ന ശേഷം ഷിംജു ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് വിലയിരുത്തൽ. ശാന്തയ്ക്ക് 6 വർഷം മുമ്പ് പക്ഷാഘാതം വന്നിരുന്നു. വിവാഹം കഴിഞ്ഞ സഹോദരിയോടൊപ്പമായിരുന്നു പിതാവ് താമസിച്ചിരുന്നത്. പൂർണ്ണമായും കിടപ്പിലായിരുന്ന അമ്മയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഷിംജുവാണ്. അമ്മയുടെ അനാരോഗ്യമാണ് മരണം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും ലഭിച്ചിട്ടുണ്ട്. മോൻ ഈ മാവിന്റെ കൊമ്പത്താണ് തൂങ്ങിയിരിക്കുന്നത്. അമ്മ ആത്തും മരിച്ചെടുക്കുക. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവന് ഇന്നലെ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാ. പാരപ്പഴുസെന്ന് മുക്കത്താ ജോലി ചെയ്യുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ പണി 3/4 ഭാഗവും കഴിഞ്ഞു. വിവാഹിതനല്ല. അപ്പം അങ്ങനെ കല്യാണമൊക്കെ വേണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. ഇപ്പം അതെന്താ താൽക്കാലികമായിട്ട് മനുഷ്യന് സംഭവിക്കുന്ന ഒരു പ്രയാസം എന്നല്ലാണ്ട് ഇപ്പം ഒന്നും പറയാൻ കഴിയില്ല അതിനെപ്പറ്റി. അവിവാഹിതനായിരുന്നു ഷിംജു. വാടക വീടിനടുത്ത് നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. ചേവായൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോഴിക്കോട്.